ഹലോ, ഇപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊന്നും മയങ്ങിയിട്ടോ. എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് വന്നു. ഫസ്റ്റ് ഞാൻ ചിക്കനൊന്നും വൈകുന്നേരം ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് ഐസൊന്ന് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് ഇനി ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അവിടെ ഇരിക്കുന്നത്. മോൻ എണീറ്റിട്ടില്ല, അപ്പോൾ മോന് കഴിക്കാനുള്ളതാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ കഴിച്ചു, ഏട്ടൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ടോ. അപ്പോൾ ഇന്ന് മാങ്ങക്കറി ഉണ്ടാക്കാനാട്ടോ പ്ലാന്. ആ മാങ്ങക്കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ സ്ഥലത്താണ് അവൻ എണീറ്റ് വന്നത്. അപ്പോൾ വേഗം തന്നെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് മാങ്ങക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള മാങ്ങക്കറിയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്നത്. ഏട്ടൻ കുറേ നാളെ മാങ്ങക്കറി ഉണ്ടാക്കണം എന്ന് പറയണേ. വിചാരിച്ച് ഇന്ന് തന്നെ ഉണ്ടാക്കാം. വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ചെറിയുള്ളിയും ഒന്ന് വഴണ്ടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇടുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വെള്ളം ഒഴിക്കുക. വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ക്യൂബായിട്ട് അരിഞ്ഞ മാങ്ങയുണ്ടല്ലോ, ആ മാങ്ങ കൂടി ഇട്ട് അടച്ചു വെച്ചു. ആ ഒരു സമയം കൊണ്ട് എൻ്റെ ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. കുറച്ച് നേരം വെച്ചിട്ട് ചോറ് നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി അടച്ച് ഒരു 5 മിനിറ്റ് കൂടി തിളക്കട്ടെ വിചാരിച്ചു. ഇനി നമുക്ക് മാങ്ങക്കറി നോക്കാം കേട്ടോ. മാങ്ങയിലെ വെള്ളം നല്ല രീതിയിൽ വറ്റി വരുന്ന ആ സമയത്ത് വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുള്ള 1/4 പാൽ 2 പാൽ മിക്സ് ആയിട്ടുള്ളത് അത് ഒഴിക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ചെറിയൊരു മധുരവും പുളിയുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ ഊറ്റി കാസറോളിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ചൂടാറിപ്പോൾ. അപ്പോൾ കാസറോളാണെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് നല്ല ചൂട് ചോറ് കഴിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ നീക്കി വെച്ചു. ഇനി നമുക്ക് മെഴുക്ക് വെച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വെണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ, കാരണം വീക്കെൻഡ് ആവാറായിരുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ളത് വെണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് വറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ച് തരിക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വറ്റൽമുളക് ഇടുക. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പിടുക, അടച്ച് വയ്ക്കുക, വേവിക്കുക. അങ്ങനെ മെഴുക്ക് വറ്റി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ആക്കി കഴിഞ്ഞാൽ നല്ല റോസ്റ്റ് പോലുള്ള വെണ്ടയ്ക്ക മെഴുക്ക് വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് തന്നെ മാങ്ങാക്കറി ഒന്നും ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ആ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം കഴുകണ്ടല്ലോ, ഇത് മാത്രം എടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മുടെ ഐസ് ഒന്ന് വിട്ട് പോയിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ. അപ്പോൾ കുറച്ച് വിനീഗർ ഇട്ട് അതിനൊന്നും കഴുകാൻ വേണ്ടി വയ്ക്കാം. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ മാരിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ കാണിച്ചില്ല. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വറ്റും റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് വേണം കേട്ടോ. അപ്പോൾ മീനൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചിക്കനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പപ്പടം എടുത്ത് വറക്കാൻ വിചാരിച്ചു. അപ്പോൾ പപ്പടം കൂടി വറുത്തു. അങ്ങനെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അടുക്കളൊക്കെ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വറ്റും സെർവ് ചെയ്ത് വെച്ചു. ഇനി പുറത്ത് ഹാളും അതൊക്കെ അടിച്ചു വാരാനുണ്ട്, തുടയ്ക്കാനുണ്ട്, കുളിക്കണം. അത്രയുള്ള പരിപാടി. അപ്പോൾ വേഗം തന്നെ അടിച്ചു വാരി അത് കഴിഞ്ഞ് തുടയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ അടിച്ചൊക്കെ വാരണം. എന്നിട്ട് ഇതേ തുടച്ചിട്ടുണ്ട്. തുടയൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ച് മോനും കുളിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചൂട്ടോട് കൂടി ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പ്രത്യേകിച്ച് ഈ മാങ്ങാക്കറി നല്ല കുത്തിരിച്ചോറും മാങ്ങാക്കറിയും അതുപോലെ വെണ്ടയ്ക്ക മെഴുക്ക് വറ്റി പപ്പടം ഇട്ട് നല്ല വിശാലമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.